ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദുബായ് ബിജിയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. ഒരുമാതിരി പുരുഷന്മാർക്കെല്ലാം അറിയായിരിക്കും, സ്ത്രീകൾക്കെല്ലാം ഇവരെ അറിയാവോ ഇല്ലയോ എന്ന് സംശയമാണ്. എന്നാലും ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ടിക്ടോക്ക്, യൂട്യൂബ് ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. ആരാണെന്ന് ചോദിച്ചാൽ ചെറുപ്പകാലത്ത് പുള്ളിക്കാരത്തിയെ കസിൻ ആരോ ദുബായ് കൊണ്ടുപോയി ചതിച്ചു. അവിടെ അയാൾ ഒരു പിമ്പായിട്ട് വർക്ക് ചെയ്ത് പുള്ളിക്കാരത്തി അവിടെ വിറ്റു. അതാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അങ്ങനെ വിറ്റ് ആ സംഭവം ആയതുകൊണ്ട് പിന്നെ പുള്ളിക്കാരത്തി ആ തൊഴിൽ തന്നെ അങ്ങ് സ്വീകരിച്ചു. പിന്നെ മദ്യപാനമൊക്കെ അത്യാവശ്യമുണ്ട്, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ അകത്ത് വിചിത്രമായ ഒരു വാദം പുള്ളിക്കാരത്തി വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുക. അതായത് ഈ തൊഴിലേ ചെയ്യുള്ളൂ, ഈ ശരീരം വിൽപ്പന എന്നുള്ള അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ആ തൊഴിലേ ചെയ്യുള്ളൂ. ചെയ്യുന്നതിൽ നമ്മൾ ഈ സിനിമയിലും ലാലേട്ടന്റെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മ സ്വന്തം അമ്മ പണ്ടത്തെ ആര്യം അമ്മ വേലക്കാരിയായിട്ട് ഒരിടത്ത് നിൽക്കുന്നു, ആട്ടും തുപ്പും കൊള്ളുന്നു, നാട്ടുകാരുടെ പുച്ഛം മുഴുവൻ ഇതാക്കുന്നു. അപ്പൊ ആ അമ്മയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോയി അഭിമാനത്തോടെ ജോലി ചെയ്ത് പിന്നെ കാശുകാരനായി വരിക. പക്ഷെ അതേപോലെയൊക്കെ തന്നെ ഇതിന്റെ അകത്ത് ബിജി പറയുന്ന ഒരു ന്യായം കേട്ടാൽ ചിരിക്കണോ കരയണോ എന്നറിയാതെ നമ്മളിരിക്കുക. അതായത് അമ്മയ്ക്ക് നാട്ടിൽ അഭിമാനമൊന്നുമില്ല, അമ്മയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനോ അല്ലെ എൻ്റെ അമ്മയെ തള്ളിപ്പറഞ്ഞവരുടെയും എന്നെ തള്ളിപ്പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ നടുനൂർത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ലൊരു വീട് വെച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെ ഞാൻ ടോപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവിടെ ചോദ്യം കിടക്കുന്നുണ്ട്, എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ഈ അഭിമാനം സംരക്ഷിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം കിടപ്പില്ല. അപ്പൊ നമുക്ക് ബിജി ആരാന്ന് അറിയാത്തവരെ അറിഞ്ഞു തുടങ്ങാൻ വേണ്ടി കണ്ടു തുടങ്ങാം. പാലന്നേ അഡ്ഡാന്ന് പറയും. അഡ്ഡ മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിന്റെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഒരു ഏജന്റുമാര് കൊണ്ടുപോയി പെണ്ണുങ്ങളെ ഇടും. മനസ്സിലായി? ഇപ്പൊ എന്നെ കൊണ്ടത് കസിനാണല്ലോ, ആ കസിൻ കൊണ്ടിട്ട് വേറൊരു ഏജന്റ് എന്നെ കൊടുത്തല്ലേ. അപ്പൊ ഏജന്റിന്റെ കയ്യിൽ നിന്ന് ഇവന് പൈസ കിട്ടും. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ടോ, അപ്പൊ അവർക്കൊരു അതായത് ഒരു കൂട്ടിക്കൊടുപ്പ് അത് തന്നെ. അപ്പൊ അവന് പൈസ കിട്ടും. മനസ്സിലായോ? അതായത് സ്വന്തം കസിൻ താങ്കൾ വിറ്റു വേറെ ആൾക്ക്, എന്നിട്ട് അവന് പൈസ കിട്ടി. അപ്പൊ താങ്കൾ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ എന്റെ പാസ്പോർട്ട് അവരെ കയ്യിൽ ഇരിക്കല്ലേ, അവര് എനിക്ക് വിസ അടിച്ചു തന്നു. ആ വിസയ്ക്ക് തന്നെ വേറെ ഏകദേശം 2-2.5 ലക്ഷം രൂപ നാട്ടിൽ വരും. അപ്പൊ നമ്മുടെ 2 വർഷത്തെ എഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. എന്റെ കയ്യിൽ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന വരുമാനം, എന്റെ അമ്മ ലോട്ടറി കച്ചവടത്തിനല്ലേ പോകുന്നത്. അപ്പൊ ഞാനെങ്ങനെ 3 മക്കളെ നോക്കും? അപ്പൊ പാസ്പോർട്ട് അവരെ കയ്യിൽ ഇരിക്കല്ലേ, പാസ്പോർട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ വേറെ പോകുന്നത്. അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ താങ്കളുടെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് അങ്ങനെ ആരും പരിചയമില്ല അവിടെ ഒന്നും. കരച്ചിലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഒരു ഏകദേശം 6 മാസം കഴിയുമ്പോൾ എനിക്ക് കുറച്ച് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് പരിചയം. ഈ അട്ടയിൽ കൊണ്ടിട്ട് താങ്കൾ സെക്സ് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ഇഷ്ടമാണ് ഈ ഫ്ലാറ്റുകള്. പറയൂ, തുറന്നു പറയാ. പക്ഷെ എപ്പോഴാണ് ഈ മദ്യപാനം തുടങ്ങിയത്? മദ്യപാനം കുറച്ചധികം മോശമായ രീതിയിലാണ്. മദ്യപാനം അത്ര നല്ലൊരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ മദ്യപാനം കുറച്ച് തുടങ്ങിയത്. എപ്പോഴാണ്, എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? ഞാൻ പറഞ്ഞില്ല, വേറെ അവിടെ നിന്ന് ദുബായ് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കയറി വേറെ എത്തിയപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ഒരു ഏജന്റിനെ ഈ ഒരു കണ്ണിയിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോലിക്ക് കുടിക്കുന്ന അവർ കുടിപ്പിക്കുന്നതാണ് നമ്മളെ. അതായത് നിർബന്ധിച്ച് അവരെ കുടിപ്പിച്ചോ, താങ്കൾ പിന്നെ മദ്യത്തിൽ അടിമയായി മാറി ആയതുകൊണ്ടാണ് അതിൽ നിന്നെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ മദ്യം കുടിക്കുന്ന എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ടെൻഷൻ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വീട്ടിൽ, ഈ അമ്മച്ചിക്ക് ഞാനല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് വിഷമങ്ങളും ടെൻഷനുകളും, പിന്നെ ഈ ലൈവിൽ നിന്ന് ഓരോ കമന്റ് കേൾക്കുമ്പോൾ എനിക്ക് പ്രഷർ കയറും. അപ്പൊ ഞാൻ എന്തെങ്കിലും 2 എടുത്തടിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ആക്കി. ഒത്തിരി പുരുഷന്മാർ നിൽക്കാറുണ്ട്, പല കമന്റുകൾ അവരെഴുതും, അവരോടൊക്കെ തിരിച്ച് തെറിയായിട്ടുള്ള മറുപടി അശ്ലീലം ഒക്കെയാണ്. പിന്നെ ശരീരം മറച്ചു വെക്കേണ്ട ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് അത്യാവശ്യം കാണിച്ചാണ് ലൈവിൽ നിൽക്കുന്നത്. അവര് ലൈവിൽ അത് കണ്ടിട്ട് നിൽക്കുന്ന ആണുങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് അതിന് തിരിച്ച് ഇങ്ങോട്ട് പറയും, താനി തറ വർത്താനം തന്നെ പറയും. പറ്റൂലല്ലോ. അല്ല, താങ്കൾക്ക് അപ്പൊ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം? 10 വരെ പഠിച്ചോളൂ. അല്ല, ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പഠിത്തില്ലെങ്കിലും ദുബായ് നമുക്ക് ചെറിയ തുക പോരാ ജീവിക്കാൻ. നമുക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ 3 മക്കളെ നോക്കണം, അമ്മയുടെ ആശുപത്രി കേസ്, അമ്മയുടെ അസുഖങ്ങള്, നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് അതിൻ്റെതായ കുറെ ലക്ഷ്യങ്ങളുണ്ട്. മനസ്സിലായി? ഞാൻ ഒന്നുമില്ലാത്തവളായിരുന്നു. ഇപ്പോഴാണ് ഇപ്പൊ സ്ഥലവും ഞാൻ പെര പണിയാൻ പോണത്. ഇന്ന് ഒരു ശുഭവാർത്തയുണ്ട്, ഇന്നാണ് വീടിന്റെ തറക്കല്ലിട്ടത്. പറയുന്നവർക്ക് പറയാം, നിനക്ക് വേറെ പണിയെടുത്തുകൂടെ, നിന്നെ പോലെ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ
ഉണ്ട്, അമ്മേനെയും മക്കളെ നോക്കുന്നവർ, അവർക്കൊക്കെ മാന്യമായി ജോലി ഉണ്ടെന്ന് പറയാം. പറഞ്ഞവർക്ക് അത് പറയാൻ എളുപ്പമായിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കല്ലേ. അങ്ങനെ പറയരുത്. അതായത് തൊഴിലുറപ്പിന് പോയിട്ടും ഓരോ ഫ്ലാറ്റും മാറി വീട് വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്, പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുട്ടീനെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നല്ലൊരു ജോലിയാണ്, നല്ല വരുമാനമുള്ളതാണ്. ഒരു കുട്ടീനെ നോക്കാൻ നിർത്തി കഴിഞ്ഞാൽ 1000 ഒരു ദിവസം ഒരു സ്ത്രീ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഉള്ള ജോലികളിന് പകരം താങ്കൾ ഈസി മണി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം എങ്ങനെ അത് നല്ല രീതിയിൽ കാണും? പൊട്ടയായിട്ട് കാണുന്നവർ കണ്ടോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പൈസ കിട്ടിയാൽ മതി. എനിക്ക് പൈസ കിട്ടുക, എൻ്റെ ലക്ഷ്യം പൈസയാണ്. എനിക്ക് എങ്ങനെയും ഞാൻ എന്ത് ചെയ്തിട്ടുള്ള എനിക്കൊരു എന്നെ തള്ളിപ്പറഞ്ഞവരെയും എന്നെ തള്ളിപ്പറഞ്ഞ ബന്ധുക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും എൻ്റെ അമ്മേനെ കൊള്ളാത്തവന്ന് വിളിച്ചവരുടെ മുന്നിലും എനിക്ക് എൻ്റെ അമ്മേനെ നന്നാക്കി കാണിച്ചു കൊടുത്ത് മക്കളെയും മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തി എനിക്കും ഒന്ന് ഇതാവണം. എനിക്കൊരു വാശിയുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ. കാരണം നമ്മളെ തള്ളിപ്പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മൾ അങ്ങനത്തവരാണ് ഇങ്ങനത്തവരാണെന്നൊക്കെ. അപ്പോൾ അവരുടെ മുന്നിൽ എനിക്ക് കാശുണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു വാശിയുള്ള ആളാണ് ഞാൻ. എന്തു പറഞ്ഞാലും കസ്റ്റമേഴ്സാണ് വലുത് ആണ്. കാരണം നമുക്ക് ഒരു വാചകം ശ്രദ്ധിച്ചോ, എല്ലാ സ്ത്രീകളെ പോലെ തന്നെ മക്കളാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലുത്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇവര് ഈ ബിജി എന്ന് പറഞ്ഞാൽ വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അത് എങ്ങനത്തെ ഫോളോവേഴ്സ് ആണെന്നും അറിയാവില്ല. അപ്പം സോഷ്യൽ മീഡിയയിൽ അത്രമേൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പ്രസിദ്ധിയല്ല, കുപ്രസിദ്ധിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ മക്കളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയുമ്പോൾ ഇത് എങ്ങനെ ജോയിച്ചു പോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. മക്കൾക്ക് ഇവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു അഡ്രസ്സ് ഒന്ന് ആലോചിച്ച്, ഈ മക്കള് നാളെ ഒരിടത്ത് പുറത്തിറങ്ങിയിട്ട് ഈ ബിജിയുടെ മക്കളാന്ന് പറയാൻ പറ്റുമോ? അത് എന്ത് വിചിത്രമായ ആലോചനയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് മക്കളെ പഠിപ്പിക്കുക, ആ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നു എന്നെല്ലാം പറയാം. പക്ഷെ ആ മക്കൾക്ക് ഇവരുടെ മക്കളാണെന്നും പറഞ്ഞ് ജീവിക്കാൻ സമൂഹം സമ്മതിക്കും. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്ത് അഡ്രസ്സാണ് ഉള്ളത്, അവരുടെ ഭാവി എന്താണ്, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആങ്കർ ലാസ്റ്റ് തലയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്. കാരണം ഗ്രാമർ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മിസ്റ്റേക്കാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണമില്ല. എന്റെ അമ്മയെ കൊള്ളരാത്തവരെന്ന് വിളിച്ചവരും എന്നെ തള്ളിപ്പറഞ്ഞവരും എന്റെ മക്കളെ തള്ളിപ്പറഞ്ഞവരുടെ എല്ലാം മുന്നിൽ എനിക്ക് നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. ആ ഒരു ഡയലോഗ് ഇവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ട് എടുക്കുക. ഇവർ ഈ രീതിക്ക് എത്രയധികം പണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് മണിമാളിക പണിത് അവരുടെ നാട്ടിൽ വെച്ചാലും ജനം അംഗീകരിക്കുവോ? ഇവർ എടുത്തിരിക്കുന്ന തൊഴിൽ എന്താണെന്നറിയുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ ജനം അംഗീകരിക്കുമോ? ഇവരിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത്, ഇതെല്ലാ സുഖസൗകര്യം ഇവരുടെ മക്കൾക്ക് വേണ്ടി ഇവരുണ്ടാക്കി കൊടുത്താലും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ മക്കളും ഇവരെ തള്ളി പറയത്തുള്ളൂ. കാരണം അവർക്ക് ഇവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് സമൂഹത്തിന്റെ ഒരു ഇത് വെച്ച് ആ പിള്ളേർക്ക് സാധിക്കത്തില്ല മുന്നോട്ട് പോകാൻ. കാരണം അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെ ഇവരുടെ അമ്മയെ കൊള്ളരാത്തവരെന്ന് വിളിച്ചവരുടെ മുന്നിൽ നടുനീർത്ത് നിൽക്കും. അതെങ്ങനെ ശരിയാവും? ഇത് അങ്ങനത്തെ പണിയാണ്. പിന്നെ ഈ ആങ്കർ ചോദിച്ചൊരു ചോദ്യം വളരെ കറക്റ്റ് അല്ലേ? ഇന്ന് നമ്മുടെ നാട്ടില് ഹോം നേഴ്സ് ആയിട്ട് വിദേശത്ത് പോലും ഒന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ എറണാകുളത്തേക്ക് ഫ്ളാറ്റുകളിൽ 1 മണിക്കൂർ ചുമ്മാ വന്നൊന്ന് അടിച്ചു വാരി തൂത്ത് പാത്രം കഴുകി പോയാൽ തന്നെ നല്ല കാശ് 1 മണിക്കൂറിന് വെച്ച് കിട്ടും. രണ്ടാമതൊരു വയസ്സായ രോഗികളെ ആരെങ്കിലും നോക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ഇപ്പൊ വളരെയധികം പൈസയാണ് കിട്ടുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാനാണെങ്കിലും എല്ലാത്തിനും അതിനൊക്കെ മുണ്ടുമുറുക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള ജോലിയാണ്. അങ്ങനെ ജോലി ചെയ്ത് കാശുണ്ടാക്കിയാൽ അത് സമൂഹം അംഗീകരിക്കും. ഇങ്ങനെ ദുബായി പോയി കിടന്നിട്ടും സോഷ്യൽ മീഡിയ വന്നിട്ടും ഇതേപോലെ തുണിയഴിച്ചിട്ട് ആറാടിയിട്ട് കാശുണ്ടാക്കിയ ആ കാശ് വെച്ച് മണിമാളിക പണിത് ഞാൻ എൻ്റെ അമ്മയെ കൊള്ളരാത്തവരെന്ന് വിളിച്ചു പറഞ്ഞ് നാവടപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പണി ചെയ്യുന്നു. ഇതെന്താണ് ഈ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വെള്ളം അടിക്കുമെന്ന് പറഞ്ഞോടെ വെള്ളം അടിച്ച് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ആങ്കർ നന്നായിട്ടൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംശയം ഈ ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് ഇങ്ങനെ ശരിയാവുന്നേ, ഇങ്ങനെ കാശുണ്ടാക്കിക്കൊണ്ടുവന്ന്. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. ഇതൊക്കെ എവിടെയാണ്? ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലേ ഇതൊക്കെ പറയുന്നത്. ദുബായിൽ നിന്നുകൊണ്ട് പുള്ളിക്കാരത്തി ഇപ്പം ദുബായിലെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തോന്നുന്നൊരു തോന്നൽ മാത്രമായിട്ടാണ് എനിക്കിതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ അവിടെ പോയി ഈ മദ്യപാനം കൈവിറയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കൈവിറയ്ക്കും മദ്യവെച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ലെവല് പോയിട്ട് കിളി പോയി സംസാരിക്കുന്നതായിരിക്കാം. ഏതായാലും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.